എന്താ ജ്യോതി, എന്തിനാ ഇപ്പോ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു? ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയണം, അറിഞ്ഞേ പറ്റൂ. അത് ഞാൻ പറഞ്ഞില്ലേ ജ്യോതി, ഗൗതം ഒരു ബിസിനസ്മാനാണ്, അതുകൊണ്ട് ഫംഗ്ഷനിൽ വിളിക്കേണ്ടി വന്നു. പിന്നെ അനാഥനായ ഒരാളുടെ മുഖത്ത് നോക്കി നിനക്ക് നിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചതൊക്കെ വലിയ തെറ്റല്ലേ? അത് തിരുത്തി ക്ഷമ ചോദിക്കുന്നത് നല്ല കാര്യമല്ലേ? കൂടുതൽ അഭിനയിക്കില്ലേ CKC? ശുദ്ധ നുണയാ നിങ്ങളിപ്പൊ പറഞ്ഞത്. ഗൗതമിനോട് തെറ്റ് ചെയ്തു എന്ന് ചിന്തിച്ച് അതിൽ പശ്ചാത്തപിച്ച് ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ മാപ്പ് ചോദിച്ചതെന്ന് ഞാൻ വിശ്വസിക്കണം? ഇല്ല, അതിനും വേണ്ടി പൊട്ടിയൊന്നുമല്ല ഞാൻ. എനിക്കറിയണം എന്ത് പറഞ്ഞാ ആ നിധി നിങ്ങളെ ഭീഷണിപ്പെടുത്തിയതെന്ന്. എന്താ ജ്യോതി ഇത്? നിധി എന്നെ ഭീഷണിപ്പെടുത്തിയെന്നോ? നിധിക്ക് അങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്താനാവൂ? അങ്ങനെ ഒന്നിന് ഞാൻ വഴയും കൊടുക്കുമെന്നാണോ നീ കരുതിയേക്കുന്നത്? വെറുതെ സമയം കളയല്ലേ ജ്യോതി. ഇപ്പൊ തന്നെ ഗസ്റ്റുകളുടെ മുമ്പിൽ നമ്മൾ നാണം കെട്ടു. ഇനി അവരെ നിർത്തിക്കൂടി നമ്മൾ വിഷമിപ്പിക്കണ്ട. വാ, കേക്ക് കെട്ടിയത് ഭക്ഷണം കഴിച്ച് നമുക്ക് ഈ ഫംഗ്ഷൻ അങ്ങ് തീർക്കാം. അതാ നല്ലത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ മുഖത്തെ ഭയവും പകർച്ചയും എനിക്ക് നന്നായിട്ട് കാണാം. നിങ്ങൾ പറഞ്ഞേ പറ്റൂ, എന്ത് പറഞ്ഞിട്ടാ ആ നിധി നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്തതെന്ന്? ഞാൻ അറിയാത്ത എന്തെങ്കിലും തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ ചെയ്ത ഞാൻ അറിയാത്ത ആ മഹാപാതകം എന്താണെന്ന്. നിർമ്മലയുടെ കാര്യം എങ്ങാനും ജ്യോതി അറിഞ്ഞ ഇന്ന് ഇവിടെ എന്നെ കൊന്ന് കൊല വിളിക്കുമല്ലോ. നിങ്ങൾ എന്താ ഈ ആലോചിക്കുന്നത്? നീ ഊഹിച്ചത് ശരിയാ. നിധി ഇപ്പൊ ചെയ്യുന്നത് ബ്ലാക്ക്മെയിലിംഗ് തന്നെയാ. ശിവപാർവതി ക്ഷേത്രത്തിലെ കൊടിയേറ്റിന് വിശിഷ്ടാതിഥിയായി ഞാൻ പോയില്ലേ? അന്ന് നിധി മനഃപൂർവ്വം എന്റെ മുന്നിൽ വന്ന് ഷോ കാണിച്ചു. അതെന്നെ ദേഷ്യം പിടിപ്പിച്ച് എന്നെ കൊണ്ട് പലതും വിളിച്ചു പറയിപ്പിക്കാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിധിയുടെ കൂളിംഗ് ഗ്ലാസ്സിൽ ക്യാമറ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞില്ല. അവളതെല്ലാം റെക്കോർഡ് ചെയ്തു. ഇപ്പൊ ഈ പിറന്നാൾ ഫംഗ്ഷനിലേക്ക് നിധി വന്നത് ആ വീഡിയോയുമായിട്ടാണ്. ഞാൻ തന്നെയാണ് പ്രണവിനെ തട്ടിക്കൊണ്ടു പോകാനുള്ള കഥ മെനഞ്ഞതും തന്ത്രമുണ്ടാക്കിയതും നടപ്പിലാക്കിയതും. അവള് പറയുന്ന പോലെ അനുസരിച്ചില്ലെങ്കിൽ ആ വീഡിയോ വെച്ചുകൊണ്ട് ഇപ്പൊ തന്നെ പെർജറി കേസ് ഫയൽ ചെയ്യുമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നു നിധി. എന്റെ മുന്നിൽ തൽക്കാലം വേറെ വഴിയില്ല. അവള് പറയുന്നതൊക്കെ അക്ഷരം പ്രതി എതിര് പറയാതെ അനുസരിച്ചു കൊടുത്തേ പറ്റൂ. നിങ്ങൾക്ക് ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ഇല്ലേ CKC? നിധി നിങ്ങളുടെ പിന്നാലെ തുനിഞ്ഞിറങ്ങുന്നത് നിങ്ങളെ കൊടുക്കാനായിരിക്കുമെന്ന സാമാന്യ ചിന്ത തോന്നാത്തതെന്താ? ആ വീഡിയോ ഒരു തെളിവായി പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കേസെങ്ങാനും ഫയൽ ചെയ്താ ഞാൻ മാത്രമല്ല, നിനക്കും ജയിലിലേക്ക് പോകേണ്ടി വരും. നിന്റെ കാര്യം ഓർത്തിട്ടാ നിധി പറഞ്ഞതല്ല ഞാൻ അനുസരിച്ചത്. നിങ്ങൾ ഓർത്ത് എനിക്കിപ്പോ പുച്ഛം തോന്നുവോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്കിളെ. ഈ ഫംഗ്ഷന്റെ എല്ലാ സന്തോഷവും അങ്കിളായിട്ട് തന്നെ നശിപ്പിച്ചു. അന്ന് നിന്റെ അച്ഛൻ ആരാണെന്ന് അങ്കിൾ അയാളടുത്ത് ചോദിച്ചെങ്കിൽ അതിലിത്ര തെറ്റെന്താ? ആ ഗൗതമിന് ഇപ്പോഴും അറിയാമോ അവന്റെ അച്ഛൻ ആരാണെന്ന്? ഇല്ലല്ലോ. രണ്ടെണ്ണത്തിന് ഫംഗ്ഷനിലേക്ക് വിളിച്ച് വരുത്തിയതും പോരാഞ്ഞിട്ട് പരസ്യമായിട്ട് ക്ഷമ ചോദിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞു ആ ഹാളിൽ നിൽക്കാൻ മടിയായിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ടാ. എന്ത് സിറ്റുവേഷൻ? അങ്കിളത് തുറന്നു പറ പ്ലീസ് പ്രണവ്, വെറുതെ എന്നെ ടെൻഷനാക്കല്ലേ. എല്ലാം കൂടി കേട്ടിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുക. ഇങ്ങനൊരു ഫംഗ്ഷനെ അറേഞ്ച് ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നുക. ആ നിധിയെ വിളിക്കുന്നത് അവളുടെ അഹങ്കാരം കണ്ടില്ലേ? അവിടെ നിന്നിട്ട് അവൾ എനിക്ക് ഫോൺ ചെയ്യുന്നു. നിനക്ക് എന്താടി വേണ്ടത്? ഹലോ മാഡം, ഇവിടെ ഗസ്റ്റുകളെല്ലാം CKC സാറിന്റെ ആ വലിയ മനസ്സിനെ കുറിച്ച് പറഞ്ഞ് പുകഴ്ത്തുകയാണ് മാഡം. ചെയ്തുപോയ തെറ്റിന് മാപ്പ് ചോദിച്ചതോടെ CKC സാറിന്റെ മഹത്വം വാനോളം ഉയർന്നു എന്നാണ് അതിഥികൾ മുഴുവനും പറയുന്നത്. ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് അതിഥികളെ എല്ലാം ഇവിടെ തനിച്ചാക്കി ഇങ്ങനെ മാറി നിന്നാൽ എങ്ങനെയാ? ബർത്ത്ഡേ ബേബിയും കൊണ്ട് വേഗം ഇങ്ങോട്ട് വാ മാഡം. ഫോൺ കണ്ടില്ലേ ആന്റി? മനഃപൂർവ്വം കളിയാക്കിയതാ നമ്മളെ. അവളുടെ അഹങ്കാരം കണ്ടിട്ടേ നമ്മളെ കൊടുക്കാൻ പറ്റിയ എന്തോ ഒരു കാര്യം അവക്ക് കിട്ടിയിട്ടുണ്ട്.
അത് അങ്കിൾ അറിയുകയും ചെയ്യാം. എന്തു അങ്കിളേത്? അങ്ങനെയൊന്നുമില്ല പ്രണവേ. ചില നേരത്ത് ഇങ്ങനെയുടെ പ്രകൃതമേ ഇങ്ങനെയാ. ആവശ്യമില്ലാത്ത ഓരോ ഏടാകുടങ്ങളും ഒപ്പിച്ചു വെക്കും. എന്നാലും അങ്കിൾ അവറ്റുകളുടെ മുന്നിൽ ക്ഷമ പറയാന്നൊക്കെ വെച്ചോ വല്ല കാര്യം ഉണ്ടായിരുന്നു അങ്കിളിന് ഇതിനൊക്കെ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നാണം കെട്ടൊന്ന് പറഞ്ഞാ മതിയല്ലോ. ഇനി എങ്ങനെയെങ്കിലും ഈ ഫംഗ്ഷൻ ഒന്ന് അവസാനിച്ചാ മതിയെന്നായി. ഗസ്റ്റുകളെല്ലാം വെയിറ്റ് ചെയ്യാ. അതൊന്ന് ഫിനിഷ് ചെയ്തല്ലേ പറ്റൂ. നിങ്ങൾ അങ്ങോട്ട് ചെല്ലു മക്കളെ, ഞങ്ങൾ ഇപ്പൊ വരാം. ചെല്ലു പ്രണവേ. ശിവാനി ചെല്ല്. എന്താ ജ്യോതി ഇത്? വെറുതെ സമയം കളയുവാണല്ലോ. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷൻ വേണ്ടാന്ന് വെക്കാം. അങ്ങനെയൊന്നുമില്ല. CKC ഇപ്പൊ വരും. എന്താ സാർ ഇത്? പരസ്യമായിട്ട് മാപ്പും ചോദിച്ച് എല്ലാവരുടെയും കയ്യടി വാങ്ങിയിട്ട് സാറിത് എങ്ങോട്ട് പോയതാ? ഞങ്ങൾ ഗസ്റ്റുകളെല്ലാം ഇവിടെ വെയിറ്റ് ചെയ്യല്ലേ? അപ്പൊ സാറും മേഡവും ഒക്കെ ഇങ്ങനെ ആങ്ങിയും തൂങ്ങിയും നടന്നാൽ എങ്ങനെയാന്നേ? കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോണ്ടേ? പോകണ്ടേന്നോ? എങ്ങോട്ട്? എനിക്കെങ്ങും പോകാനില്ല. അതല്ല, ഫംഗ്ഷൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നു എന്നാ പറഞ്ഞത്. എന്തായാലും ഇത്രയൊക്കെ ആയി. ഇനി സമയം കളയണ്ട സർ, പെട്ടെന്നാവട്ടെ. കേക്ക് മുറിക്കാം. എന്തിനാ നോക്കി നിൽക്കുന്നത്? കേക്ക് കട്ട് ചെയ്യുന്നേ. സ്റ്റോപ്പ് മിസ്റ്റർ CKC. ഈ CKC സാർ ആള് കൊള്ളാലോ. SP സാറിനെ ഫംഗ്ഷനിലേക്ക് ക്ഷണിച്ചായിരുന്നോ? ഫംഗ്ഷനിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് എനിക്ക് CKCയുടെ ക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വന്നത് CKCയെ ക്ഷണിച്ച് കോടതിയിലേക്ക് കൊണ്ടുപോകാനാണ്.